നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ടി വിയിലും മറ്റുമൊക്കെ കാണുന്നുണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷം ഡ്രോൺ അറ്റാക്കുകൾ നടക്കുന്നു. പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ നമ്മൾ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ കേട്ടു പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ നമ്മുടെ ഇന്ത്യയുടെ ഹാർപ്പി ഡ്രോണുകൾ പോയി തകർത്തു എന്നൊക്കെ പറഞ്ഞ് പല വാർത്തകൾ കാണുന്നുണ്ട് അല്ലേ. എന്താണ് ഈ ഡ്രോണുകൾ? നമ്മൾ ഈ ഡ്രോൺ ക്യാമറ, നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ക്യാമറ ഡ്രോൺ പറത്തുന്നു എന്നൊക്കെ പറയുന്ന പോലെ അതാണോ ഈ ഡ്രോൺ? എന്താണ് ശരിക്കും പട്ടാളത്തിൻ്റെ ഡ്രോൺ അല്ലെങ്കിൽ മിലിറ്ററി ഡ്രോൺസ് എന്നാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. പലതരത്തിലുള്ള ഡ്രോണുകളെ പറ്റി നമുക്കറിയാം. അതായത് ഡ്രോൺ ക്യാമറകൾ, ഇപ്പോൾ നമ്മൾ DJI പോലെയുള്ള കമ്പനികളുടെ പല ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് നമ്മൾ വീഡിയോസ് എടുക്കാറുണ്ട് അല്ലേ. നമ്മൾ ഡ്രോൺ പറത്തി ആകാശ ദൃശ്യം ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പല ചെറുതു മുതൽ നാനോ ഡ്രോണുകൾ മുതൽ നാനോ ഡ്രോൺ എന്ന് പറയുന്നത് 250 ഗ്രാമിൽ താഴെയുള്ള ഡ്രോണുകളാണ്. അതിന് പറത്താനായിട്ട് പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും ആവശ്യമില്ല. അതിന് മുകളിലേക്കുള്ള എല്ലാ ഡ്രോണുകൾക്കും ഇന്ത്യയിൽ പറത്തണം എന്നുണ്ടെങ്കിൽ ലൈസൻസ് ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ പല ഡ്രോണുകൾ 250 കിലോഗ്രാമിന് മുകളിലുള്ള ഡ്രോണുകൾ വരെ അവൈലബിൾ ആണ്. അപ്പോൾ പലതരത്തിലാണ് ശരിക്കും ഡ്രോൺ ഉപയോഗിക്കുന്നത്. ഒന്ന് ഡ്രോൺ ക്യാമറ എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡ്രോൺ. രണ്ട് സർവൈലൻസ് പർപ്പസുകൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഡ്രോൺ. അത് ഈ ഡ്രോൺ ക്യാമറ വീഡിയോ എടുക്കുന്നതിനുപരിയായിട്ട് സർവൈലൻസിന് വേണ്ടി കുറച്ചധികം ദൂരം പറത്താൻ പറ്റുന്ന ഡ്രോൺ. അത്തരത്തിലുള്ള ഡ്രോണുകൾ പോലീസ് പിന്നെ പട്ടാളം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഡിജിറ്റൽ സർവേയിങ്, ഡിജിറ്റൽ മാപ്പിംഗ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഡ്രോണുകൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ കാർഷിക ആവശ്യങ്ങൾക്ക് ഡ്രോണുകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ പെസ്റ്റിസൈഡ്സ് തളിക്കുന്നതിന് വേണ്ടി നമുക്ക് ഡ്രോണുകൾ ഉപയോഗിക്കാം. അത് വലിയ ഡ്രോണുകളായിരിക്കും. അത്തരത്തിലുള്ള ഡ്രോണുകളിൽ നമ്മൾ പെസ്റ്റിസൈഡ്സ് അതിൻ്റെ അടിയിൽ ടാങ്കിൽ നിറച്ചിട്ട് ഇത് നമുക്ക് ഈ പാടത്ത് കൊണ്ടുപോയി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ആ പാടത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പെസ്റ്റിസൈഡ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പറത്തി വിടാവുന്ന തരത്തിലുള്ള ഡ്രോണുകൾ അവൈലബിൾ ആണ്. പിന്നെ വലിയ തീപിടുത്തങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ മനുഷ്യന് എത്തിപ്പെടാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഈ ഫയർ എഞ്ചിനൊക്കെ എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ ഈ പെസ്റ്റിസൈഡ്സ് തളിക്കുന്നത് പോലെ തന്നെ നമ്മൾ വെള്ളം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് തീ കെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രോണുകൾ അവൈലബിൾ ആണ്. ഇനി അത് മാത്രമല്ല, നമ്മൾ എല്ലാവരും കേൾക്കുന്നൊരു കാര്യമാണ്, പല രാജ്യങ്ങളിലും പല സ്ഥലത്തും ഫുഡ് ഡെലിവറി പോലെയുള്ള സംഭവങ്ങൾക്ക് ഡ്രോണുകൾ ഉപയോഗിച്ച് തുടങ്ങാൻ പോകുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നാളെ സ്വിഗ്ഗിയിൽ നിന്നൊരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോൺ അത് റെസ്റ്റോറൻറ്റിൽ നിന്നും കളക്ട് ചെയ്ത് നമ്മുടെ വീട്ടിൽ പറന്നുകൊണ്ട് തരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഡ്രോൺ ഉപയോഗിച്ചുള്ള ഫുഡ് ഡെലിവറി പരിപാടികൾ വരെ പല രീതിയിൽ ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല വാർത്തകളും കേട്ടിട്ടുണ്ട്. അമേരിക്കയിലൊക്കെ അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസം 1-2 യൂട്യൂബേഴ്സിൻ്റെ വീഡിയോകളിൽ ഞാൻ കാണാനിടയായി. അപ്പോൾ അത്തരത്തിൽ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഡ്രോണുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ ഡ്രോൺ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിൽ, അതായത് ഡ്രോൺ എന്ന് പറയുന്നത് തന്നെ ഒരു അൺമാൻഡ് എയർക്രാഫ്റ്റ് ആണല്ലോ. അതായത് ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കൺട്രോൾ സെൻറ്ററിലിരുന്ന് അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു യന്ത്രത്തെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോൺ എന്ന് പറയുന്നത്. ഒരു അൺമാൻഡ് എയർക്രാഫ്റ്റ് ആണ് ഡ്രോൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജി നമുക്ക് നമ്മുടെ മിലിറ്ററി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചുകൂടാ എന്നുള്ള ചിന്തയിലാണ് ശരിക്കും ഇത്തരത്തിലുള്ള മിലിറ്ററി ഡ്രോണുകളുടെ പിറവി. ഇപ്പോൾ ഒരു വിമാനം ഓടിച്ച് നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ എയർ ഡിഫൻസ് തകർത്ത് നമ്മൾ അവിടേക്ക് പോയി ആക്രമണം നടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് സർവൈലൻസിനായിട്ടോ അല്ലെങ്കിൽ അവരുടെ പട്ടാള മൂവ്മെൻറ്റ് നോക്കുന്നതിനായിട്ടോ ഒക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കിനും അതിനകത്ത് ഒത്തിരി റിസ്ക് എലമെൻറ്റ്സ് അവൈലബിൾ ആണ്, ഇൻക്ലൂഡഡ് ആണ് അല്ലേ. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പാകിസ്ഥാൻ്റെ വിമാനം നമ്മൾ വെടിവെച്ചിട്ടു, അവരുടെ പൈലറ്റ് നമ്മളുടെ കസ്റ്റഡിയിൽ. ഓഫ് കോഴ്സ് യെസ്, പൈലറ്റ് നമ്മുടെ കസ്റ്റഡിയിലായി. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ അത് നെഗോഷിയേഷൻസ് ആണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഹ്യൂമൻ ഇൻ്റർഫറൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഇല്ലാത്ത അൺമാൻഡ് എയർക്രാഫ്റ്റുകൾ പല പർപ്പസുകൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മിലിറ്ററി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഡ്രോണുകളിൽ പലതരത്തിലുള്ള ഡ്രോണുകളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അതിൽ ആദ്യത്തത് സർവൈലൻസ് പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ്. ഈ ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറു വിമാനത്തിൻ്റെ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഒരു മിസൈലുകളൊക്കെ വഹിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല പർപ്പസുകൾ, പല ഡിസൈനിലുള്ള ഒരു സാധനമാണ് ഈ ഡ്രോൺ എന്ന് പറയുന്നത്. അല്ല നമ്മൾ ഈ കാണുന്ന ഒരു ഷേപ്പിലുള്ള മറ്റേ കറങ്ങുന്ന ഡ്രോൺ അല്ല ബേസിക്കലി ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. സർവൈലൻസ് പർപ്പസിനാണ് പ്രധാനമായിട്ടും മിലിറ്ററി ഇത്തരത്തിലുള്ള ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വിട്ടു എന്ന് പറയുന്ന പല ഡ്രോണുകളും പല കാര്യങ്ങൾക്കായിട്ട് അവർ വിട്ട ഡ്രോണുകളായിരിക്കാം. ചിലപ്പോൾ അതിനകത്ത് ബോംബ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മിസൈൽ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഡ്രോൺ ആയിരിക്കാം അവർ വിട്ടിരിക്കുന്നത്. ചിലപ്പം നമ്മുടെ ആർമി മൂവ്മെൻറ്റ്സ് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡ്രോണുകളായിരിക്കാം അവർ വിട്ടിട്ടുള്ളത്. അപ്പോൾ
അപ്പോൾ ഈ സർവൈലൻസ് എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് ശത്രുവിൻ്റെ നീക്കം നമ്മൾ ഇവിടെ നിന്ന് കാണുക അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കുക, അതും ഈ പറഞ്ഞ പോലെ ആരുടെയും ജീവൻ പണയം വെക്കാതെ നമുക്ക് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രോണുകൾ സർവൈലൻസ് പർപ്പസുകൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് കോമ്പാറ്റ് അല്ലെങ്കിൽ ആംഡ് ഡ്രോൺസ്. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് പ്രിസൈസ് ആയിട്ട് നമ്മൾ അവിടേക്ക് ഒരു മിസൈൽ വിടണമെങ്കിലോ അല്ലെങ്കിൽ അവിടെ കൊണ്ട് എന്തെങ്കിലും സംഭവം ഡ്രോപ്പ് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് ഇതുപോലെയുള്ള കോമ്പാറ്റ് ആൻഡ് ആംഡ് ഡ്രോൺസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തത് ടാർഗറ്റ് അക്വിസിഷൻ. അതായത് നിലവിൽ നമ്മുടെ ഗ്രൗണ്ടിലുള്ള ഫോഴ്സിനെയും അതേപോലെ തന്നെ നമ്മുടെ എയർ ഫോഴ്സിനെയും ഒക്കെ ഈ ടാർഗറ്റ്, അതായത് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് എവിടെയാണ് എന്ന് കണ്ടുപിടിച്ച് ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ടൈപ്പ് ഓഫ് ഡ്രോണുകളുണ്ട്. അതിനാണ് ടാർഗറ്റ് അക്വിസിഷൻ ഡ്രോണുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലും ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് പട്ടാള ആവശ്യങ്ങൾക്കായിട്ട്. അതായത് ഈ പട്ടാളം എന്ന് പറയുമ്പോഴത്തേക്കിനും എയർഫോഴ്സ് ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്, നേവി ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കരസേനയും ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയോ പാകിസ്ഥാനോ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പൊതുവെ ഇത്തരത്തിലുള്ള ആർമി അല്ലെങ്കിൽ പട്ടാള നീക്കങ്ങളിൽ പല രാജ്യങ്ങളിലും ഉപയോഗിച്ചു വരുന്ന ഒരു സിസ്റ്റത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതിനകത്തെ ഒരു ഡ്രോൺ എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജിയുടെ ഒരു ആസ്പെക്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു യുദ്ധം നടക്കുന്ന സ്ഥലം, ആ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ എത്തിക്കണം. ഫോർ എക്സാമ്പിൾ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കണം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമർജൻസി നീഡ്സ്, മരുന്നുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് വേറെ എന്തെങ്കിലും മേ ബി വെപ്പൻസ്, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ എത്തിക്കണം. അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ എത്തിക്കാനായിട്ട് നമുക്ക് അവിടേക്ക് കരമാർഗമോ വായുമാർഗമോ ഒന്നും ആക്സസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് റിസ്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഈ സാധനങ്ങൾ അവിടേക്ക് എത്തിക്കാൻ പറ്റും. ഞാൻ യൂട്യൂബിൽ പരതുന്ന സമയത്ത് ഈ ഡ്രോണുകൾ ഉപയോഗിച്ചും മനുഷ്യൻ്റെ ശരീരം വരെ ഒരു സ്ഥലത്ത് നിന്നും പിക്ക് ചെയ്തുകൊണ്ട് പൊക്കിക്കൊണ്ട് പോകുന്നതായിട്ടുള്ള കാഴ്ചകൾ, അതിനുവേണ്ടി വരെ ഡ്രോൺ ഉപയോഗിക്കാം എന്നുള്ള പരീക്ഷണങ്ങൾ വരെ ഞാൻ നോക്കിയപ്പം കാണാൻ സാധിച്ചു. അങ്ങനെ പല രീതിയിൽ ഡ്രോണുകളുടെ ഒരു ഉപയോഗം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അൺമാൻഡ് എയർക്രാഫ്റ്റുകളുടെ ഉപഭോഗം കാര്യമായിട്ട് നമ്മുടെ ഈ ഒരു പല രാജ്യങ്ങളുടെയും മിലിറ്ററി ഫീൽഡിൽ കൂടുതലായിട്ട് ഇനി അങ്ങോട്ട് വരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ടെക്നോളജി അതുപോലെ അഡ്വാൻസ്ഡ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവസാനമായിട്ട് പറയാനുള്ള സംഭവം ഇലക്ട്രോണിക് വാർഫെയർ. അതായത് ശത്രുവിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഡ്രോണുകൾ. അത്തരത്തിലുള്ള ഒരു ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ തകർത്തത്. ഈ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു ടോപ്പിക്കാണ്. അതിനെപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇന്നോ നാളെ തന്നെ പബ്ലിഷ് ചെയ്യാം. എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാവില്ല. അതായത് നമുക്ക് ഡിഫൻസ് മെക്കാനിസമാണ് എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. പാകിസ്ഥാൻ്റെ ലാഹോറിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യൻ ഡ്രോണുകൾ പോയിട്ട് തകർത്തത് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകളിൽ കണ്ടത്, അല്ലേ? അപ്പോൾ ഈ എയർ ഡിഫൻസ് സിസ്റ്റം തകർക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? IAI ഹാർപ്പി എന്ന പേരിലുള്ള ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് നിർമ്മിച്ച ഡ്രോണുകളാണ് നമ്മൾ ഇന്ത്യ ഇപ്പോൾ നിലവിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ശരിക്കും ഈ ഹാർപ്പി ഡ്രോൺസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ റഡാർ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡ്രോണുകളാണ്. ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ശരിക്കും ഈ എനിമിയുടെ ആ ഒരു എന്താ പറയുക എയർ ഡിഫൻസിനെ സപ്രസ് ചെയ്യുക, അടിച്ചമർത്തുക, അതിനെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നൊരു സംഭവം ആയതുകൊണ്ട് ഇതിനകത്ത് ഈ ഹൈ എക്സ്പ്ലോസീവ് വാർഹെഡ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സയൻസിനെ പറ്റി കൂടുതലായിട്ട് ഞാൻ പോകുന്നില്ല, കാരണം ഞാൻ അതിനെപ്പറ്റി റിസർച്ച് നടത്തിയിട്ടില്ല. ഞാൻ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. 1989 ഇത്തരത്തിലുള്ള ഡ്രോണുകൾ ആദ്യമായിട്ട് ഇസ്രായേൽ ഉപയോഗിച്ച് പരീക്ഷിച്ചത്. അതായത് 1989. എന്നാലോചിച്ച് എത്ര വർഷങ്ങൾക്ക് മുൻപാണ്, അല്ലേ? ഈ IAI ഹാർപ്പി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ പറയുവാണെങ്കിൽ ഇതിനാകെ 135 കിലോ ഭാരമേ ഉള്ളൂ. വളരെ ചെറിയൊരു സാധനമാണ്. ഏകദേശം 2.7 മീറ്റർ നീളവും 2.1 മീറ്റർ വീതിയും. ഇതിനൊരു 185 km/h സഞ്ചരിക്കാൻ സാധിക്കും. ഏകദേശം 500 കിലോമീറ്റർ വരെ റേഞ്ചിൽ 9 മണിക്കൂർ വരെ അടുപ്പിച്ച് പകലും രാത്രിയും ഏത് ഡിഫിക്കൽട്ട് ടെറൈനിലും ഏത് ഡിഫിക്കൽട്ട് വെതറിലും ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതികഠിനമായ ചൂടിലും എക്സ്ട്രീം തണുപ്പത്തും ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇസ്രായേൽ നിർമ്മിതമായിട്ടുള്ള ഈ ഒരു ഡ്രോണുകൾ ഇപ്പം നിലവിൽ യൂസ് ചെയ്യുന്നത് അസർബൈജാൻ യൂസ് ചെയ്യുന്നുണ്ട്, ചൈന യൂസ് ചെയ്യുന്നുണ്ട്, ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്, ഓഫ് കോഴ്സ് ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സൗത്ത് കൊറിയയും നമ്മുടെ മൊറോക്കോ എന്ന് പറയുന്ന രാജ്യവും ഈ ഡ്രോണുകൾ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നമ്മുടെ ഇന്ത്യയുടെ കയ്യിൽ ഈ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച ഡ്രോണുകൾ മാത്രമേ ഉള്ളൂ എന്ന്. അല്ല,
ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ധാരാളം ഇത്തരത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റവും ബാക്കിയുള്ള പരിപാടികളും ഡ്രോണുകളും ഒക്കെ നമ്മുടെ കയ്യിലുമുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാം. റസ്റ്റം സീരീസിലുള്ള ഏതാനും ഡ്രോണുകൾ നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ നിർമ്മിച്ച ഈ ഒരു റസ്റ്റം സീരീസിലുള്ള ഏതാനും ഡ്രോണുകൾ നമ്മൾ ഇന്ത്യ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇസ്രായേൽ നിർമ്മിതമായിട്ടുള്ള ഹെറോൺ ആൻഡ് സെർച്ചർ എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ഡ്രോണുകൾ നമ്മൾ 24 hours മുകളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന, അടുപ്പിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്ന, സർവൈലൻസ് പർപ്പസുകൾക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡ്രോണുകളും നമ്മുടെ എല്ലാ കരസേനയും വായുസേനയും നാവികസേനയും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. പിന്നെ ഐഡിയ ഫോർജും DRDOയും കൂടെ ചേർന്ന് ഡെവലപ്പ് ചെയ്ത നേത്ര എന്ന പേരുള്ള ഏതാനും ഡ്രോണുകളും നമുക്ക് ഉണ്ട്. ഗട്ടക് എന്ന് പറഞ്ഞ പേരിൽ നമ്മുടെ ഇന്ത്യ ഏതാനും ഡ്രോണുകൾ ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഈ കോമ്പാറ്റ് ഡ്രോണുകളാണ്. അതായത് ഒരു മനുഷ്യൻ്റെ സഹായം വിമാനത്തിനുള്ളിൽ ഇല്ലാതെ നമുക്ക് ഈ ഡ്രോണുകൾ പറത്തി ശത്രു രാജ്യത്തിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് മിസൈലുകൾ പ്രിസൈസ് ആയിട്ട് ഇടാനും ബോംബുകൾ ഇടാനും ഒക്കെയുള്ള ശേഷിയുള്ള ഗട്ടക് എന്ന് പറഞ്ഞ ഒരു സീരീസ് ഓഫ് ഡ്രോണുകൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നുണ്ടെന്ന് നമുക്കറിയാൻ കഴിയും. പിന്നെ അമേരിക്കയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച പ്രഡേറ്റർ NQ റീപ്പർ 9 എന്ന് പറഞ്ഞ ഏതാനും ഡ്രോണുകളും നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മുടെ ശരിക്കും ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്കൊരു വിവരം എവിടെ നിന്ന് കിട്ടത്തില്ല. പക്ഷേ നമുക്ക് പരമാവധി വിവരങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പല സോഴ്സുകളിൽ നിന്നും നമുക്ക് കളക്ട് ചെയ്തെടുക്കാവുന്ന ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യവും സന്ദർഭവും വന്നപ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡ്രോൺ അറ്റാക്കുകളെ പറ്റിയും അതേപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പല സംഭവങ്ങളെ പറ്റിയും ഒക്കെ നമ്മളിൽ പലരും അറിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് TV-യിൽ ഇങ്ങനെ വാർത്തകളിലും മറ്റുമൊക്കെ ഡ്രോൺ എന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങളിൽ പലരും ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടാവാം, വായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അന്വേഷിച്ച് പോയിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇത് കുറച്ചെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ ഇനി ഇന്ത്യൻ നമ്മുടെ ആ ഒരു ഡിഫൻസ് സിസ്റ്റത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട്, അത് റഷ്യൻ നിർമ്മിത സാധനമാണ്, അതിൻ്റെ കുറച്ച് വിവരങ്ങളും വിശേഷങ്ങളുമായിട്ട് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ നമുക്ക് കാണാം.